ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളും ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു നടക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് കുറച്ച് ചിത്രങ്ങളെ കുറിച്ച് അപ്പം വീഡിയോ കേൾക്കാം. അപ്പോൾ അടുത്ത ലാലേട്ടൻ്റെ തിയേറ്ററിൽ എത്താൻ പോകുന്ന ചിത്രം ദൃശ്യം 3 ആണ്. April 2 നിന്നും ചിത്രം May 21 മാറ്റിയിട്ടുണ്ട്. May 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം ദൃശ്യം 3 തിയേറ്ററിലെത്തും. നിലവിൽ ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ 366ാമത്തെ ചിത്രത്തിലാണ്. തുടരുമിന് ശേഷം തരുൺമൂർത്തിയും ലാലേട്ടനും ഒന്നിക്കുന്ന ചിത്രമാണ്. ചിത്രത്തിൽ മീര ജാസ്മിനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. തുടരും വർഷങ്ങൾക്ക് ശേഷം ശോഭനയും ലാലേട്ടനും ഒന്നിച്ചെത്തിയപ്പോൾ ഇതിൽ വർഷങ്ങൾക്ക് ശേഷം മീര ജാസ്മിനും ലാലേട്ടനും ഒന്നിച്ചെത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനുശേഷം ലാലേട്ടൻ്റെ 367ാമത്തെ ചിത്രം സംവിധാനം ചെയ്തത് വിഷ്ണു മോഹനാണ്. ഉണ്ണിമുകുന്ദന്റെ മേപ്പടിയൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത സംവിധായകരാണ്. ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. ലാലേട്ടൻ്റെ 368ാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രിയദർശനാണ്. പ്രിയദർശന്റെ 100ാമത്തെ ചിത്രമാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ 100 സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ പ്രിയദർശന്റെ ആദ്യത്തെ പടത്തിലും ലാലേട്ടനായിരുന്നു ഹീറോ, 100ാമത്തെ പടത്തിലും ലാലേട്ടൻ തന്നെയാണ് ഹീറോ. അപ്പോൾ കാത്തിരിക്കാം ആ മാജിക് കോംബോക്ക് വേണ്ടി. അപ്പോൾ ലാലേട്ടൻ്റെ 368ാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രിയദർശനാണ്. 69ാം ചിത്രം ദേഷ് പോത്തനായിരിക്കും സംവിധാനം ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു വെറൈറ്റി ചിത്രമായിരിക്കും, അതിന് നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടൻ്റെ 370ാമത്തെ ചിത്രം സത്യനന്ദിക്കാടായിരിക്കും സംവിധാനം ചെയ്യുന്നത്. ഹൃദയപൂർവ്വത്തിന് ശേഷം വീണ്ടും ലാലേട്ടനും സത്യനന്ദിക്കാടും നിൽക്കുന്ന ചിത്രം മിക്കവാറും ആ ചിത്രം ആശീർവാദ് തന്നെയായിരിക്കും നിർമ്മിക്കുന്നത്. 171ാം ചിത്രം ജൂഡ് ആന്റണി ആയിരിക്കും സംവിധാനം ചെയ്യുന്നത്. നിലവിൽ ജൂഡ് ആന്റണി ലാലേട്ടൻ്റെ മോളിനെ വെച്ചൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ ലാലേട്ടനും ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ജൂഡ് ആന്റണി ലാലേട്ടൻ പോകുമ്പോൾ ഒന്നിക്കും. ജൂഡ് ആന്റണിക്ക് ശേഷം വരുന്ന ചിത്രത്തിൽ ലാലേട്ടൻ്റെ 372ാം ചിത്രമാണ്. അത് വീണ്ടും ജിത്തു ജോസഫ് തന്നെയായിരിക്കും സംവിധാനം ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലാലേട്ടൻ്റെ അപ്കമിങ് ലൈനപ്പ് ഹീറോ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഹീറോ അല്ലാതെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പാട്രിയോട്ടിൽ ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്. അതുപോലെ ജയിലർ 2 ലാലേട്ടൻ ഒരു ക്യാമിയോ റോളാണ്. പിന്നെ 1-2 തെലുങ്ക് സിനിമയിൽ ക്യാമിയോ റോളിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. ഒന്ന് ബാലയ്യയുടെ പടമാണ്, മറ്റൊന്ന് ചിരഞ്ജീവിയുടെ പടമാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ അപ്കമിങ് പ്രൊജക്റ്റുകൾ. നമ്മുടെ ചാനൽ ഇതുപോലെ സിനിമ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ റിവ്യൂവും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് റിവ്യൂ ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.